കോടാനുകോടി ജീവജാലങ്ങളുണ്ടല്ലോ, ഈ ജീവജാലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ അല്ലാഹു ജല്ല ജലാലു സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെയും എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അടക്കുന്ന മനുഷ്യവംശമാണ്, മനുഷ്യവർഗമാണ്. അല്ലാഹു ജല്ല ജലാലു ഈ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടർ. ഈ മനുഷ്യ സൃഷ്ടിപ്പിന് അല്ലാഹു തആല അവന്റെ ബോഡിയെ, അവന്റെ ശരീരത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ ഘടകത്തെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ ബോഡിയെ ജീവിപ്പിക്കാൻ, ആ ശരീരത്തെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല ആ മനുഷ്യ ശരീരത്തിലേക്ക് കടത്തിവിട്ട റൂഹുണ്ടല്ലോ, ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് അവന്റെ വിശുദ്ധമായ ദാത്തിൽ നിന്നാണെന്ന് ലോകത്തിന്റെ ഗുരുവര്യർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ കണ്ടൻസ് എന്നാൽ എന്താണ്? മണ്ണ് മാത്രമല്ല, അവന്റെ ബോഡി, അവന്റെ ശരീരഭാഗങ്ങൾ മണ്ണിൽ നിന്നാണെങ്കിൽ അവന്റെ ശരീരത്തെ നിലനിർത്തുന്ന, അവന്റെ കൈകളെ പ്രവർത്തിപ്പിക്കുന്ന, അവന്റെ കാലുകളെ ചലിപ്പിക്കുന്ന, അവന്റെ കണ്ണുകൾക്ക് നോക്കാൻ ശക്തി കൊടുക്കുന്ന, അവന്റെ ഹൃദയങ്ങൾക്ക് ചിന്താശക്തി കൊടുക്കുന്ന, അവന്റെ ചെവികൾക്ക് ശ്രവണശക്തി കൊടുക്കുന്ന, അവന്റെ കാലുകൾക്ക് നടക്കാനുള്ള ശക്തി കൊടുക്കുന്ന, സർവ്വതിനെയും ചലിപ്പിക്കുന്ന, അവന്റെ ശരീരത്തിലൂടെ ഓടിയൊഴുക്കുന്ന, അവന്റെ ശരീരത്തിലൂടെ ചലിക്കുന്ന ആത്മാവെന്ന റൂഹെന്ന വിശുദ്ധമായ ആ പരിശുദ്ധമായ സ്വത്വമുണ്ടല്ലോ, അത് അല്ലാഹു ജല്ല ജലാലുവിൽ നിന്നാണെന്ന് ഹബീബായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഈ ഒരു അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. മനുഷ്യന്റെ ഭൗതികമായ ശരീരം, അവന്റെ ജഡം, വൈദ്യശാസ്ത്രം പോലും പറയുകയാണ് മനുഷ്യന് മണ്ണുമായി ബന്ധമുണ്ട്. ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നു. പക്ഷേ ഈ പഠനങ്ങളൊന്നും, യൂണിവേഴ്സിറ്റി സൗകര്യങ്ങളൊന്നും, റിസർച്ച് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട്, മക്കയുടെ മുക്കറമയിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധമായ മണൽ തരികളെ സാക്ഷി നിർത്തി 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നേതാവ്, ലോകത്തിന്റെ ഗുരുവര്യർ, ലോകത്തിന്റെ രാജകുമാരൻ, മദീനയുടെ മന്ദമാരുതൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്റെ ശരീരം മണ്ണുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ ശരീരത്തെ ജീവിപ്പിക്കുന്നവന്റെ ആത്മാവ് അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദാത്തിൽ നിന്നുള്ളതാണ്. ഇതാണ് അടിസ്ഥാന തത്വം. ഈ അടിസ്ഥാന തത്വത്തിൽ നിന്ന് നാം കാര്യം വിശദീകരിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം ഭൗതികമായി എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ, മനുഷ്യന്റെ ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്, ദാഹം അനുഭവപ്പെടാറുണ്ട്, വിശപ്പ് അനുഭവപ്പെടാറുണ്ട്, ദേഷ്യം അനുഭവപ്പെടാറുണ്ട്, സങ്കടം അനുഭവപ്പെടാറുണ്ട്, കാമം അനുഭവപ്പെടാറുണ്ട്, ക്രോധം അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ നവരസങ്ങളും നവവികാരങ്ങളും മനുഷ്യന്റെ ശരീരത്തിൽ അകപ്പെടുന്നത് പോലെ, അനുഭവപ്പെടുന്നത് പോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ജീവൻ കൊടുക്കുന്ന, അവന്റെ ശരീരത്തെ ചലിപ്പിക്കുന്ന ആത്മാവിനും റൂഹിനും ദാഹമുണ്ടാകും. ആ ദാഹം ആത്മീയമായ ദാഹമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആത്മീയമായ ദാഹം? എന്താണ് ആത്മീയമായ ദാഹം? മനുഷ്യന്റെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമായ അവന്റെ റൂഹ് അവനോട് ആത്മീയമായ ദാഹത്തിന് പ്രേരിപ്പിക്കുമ്പോ എന്താണ് ആത്മീയമായ ദാഹമെന്ന് നാം തിരിച്ചറിയണം. അള്ളാഹുവിന്റെ ഹബീബായ നബി മക്കയിലേക്ക് അള്ളാന്റെ റസൂൽ അയച്ചപ്പോ, അള്ളാന്റെ റസൂലിനെ അയക്കപ്പെട്ടപ്പോ അന്ന് ഹബീബായ നബി തങ്ങൾ ഈ വിശുദ്ധമായ ദീനുമായി കടന്നു വന്നപ്പോ ഈ കേവലം എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് പുതിയൊരു മതവുമായി കടന്നു വരുന്നു, പുതിയൊരു ആദർശവുമായി കടന്നു വരുന്നു, പുതിയൊരു വിശ്വാസ പ്രമാണവുമായി കടന്നു വരുന്നു. ഈ മുഹമ്മദ് സത്യപ്രവാചകനാണെങ്കിൽ ഈ മുഹമ്മദിനോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യത്തിന് ആ മുഹമ്മദ് ഉത്തരം പറയുകയാണെങ്കിൽ തീർച്ചയായും ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അന്നത്തെ യഹൂദികളും അതുപോലെ തന്നെ അന്നത്തെ മുൻഗാമികളായ പൂർവ്വവേദക്കാരും അവിടുത്തെ ജനങ്ങളോട്, ചെറുപ്പക്കാരോട് ആവശ്യപ്പെട്ടപ്പോ അവരൊന്ന് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? അവര് വന്ന് ചോദിച്ച നബിയോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നെന്നറിയുമോ? ആത്മാവിനെ കുറിച്ചായിരുന്നു. മനുഷ്യന്റെ
ശരീരത്തെ ജീവിപ്പിക്കുന്ന, അവന്റെ സിരകളിലൂടെ രക്തമൊഴുകാൻ കാരണമാകുന്ന, അവന് ചിന്താശക്തി നൽകുന്ന, കാഴ്ചശക്തി നൽകുന്ന, ശ്രവണശക്തി നൽകുന്ന അവന്റെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായ ആത്മാവിനെ കുറിച്ചാണ് പുണ്യപ്രവാചകനോട് ചോദിക്കാൻ അവർ ചട്ടം കെട്ടിയിരുന്നത്. അവര് ചോദിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ, അവരുടെ മനസ്സിൽ അത് സങ്കല്പിക്കുന്നതിന് മുമ്പ് തന്നെ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പുണ്യപ്രവാചകരെ, ഒരു വിഭാഗം ഇപ്പോ അങ്ങയുടെ ചാരത്ത് വന്നുകൊണ്ട്, അങ്ങയുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. അതെന്തിനെ കുറിച്ചെന്നറിയുമോ? ആ ചോദ്യം ആത്മാവിനെ കുറിച്ചാണ്, റൂഹിനെ കുറിച്ചാണ്. ആ ചോദ്യം ചോദിക്കുമ്പോ അങ്ങ് ഒരിക്കലും ആ ചോദ്യത്തിന് മറുപടി പറയരുത്. അങ്ങ് പറയണം ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാതെ ലോകത്തൊരു വ്യക്തിക്കും, ലോകത്തൊരു ശക്തിക്കും അതിന്റെ ആ ഉത്തരം പറയാൻ കഴിയില്ലെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കണമെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കും. വെള്ളം ഒഴിക്കാൻ ആരെങ്കിലും ഒരു കൊച്ചു പയ്യനൊന്നും കൊണ്ടിട്ടുണ്ട്, ആരായാലും മതി.